ഭാരതം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് സ്വന്തമായി നിലപാടുള്ള രാജ്യമാണ്. ഇവിടെ അമേരിക്ക ആണെങ്കിലും മറ്റൊരു രാജ്യത്തിനും ബേസ് കൊടുക്കില്ല. ഇവിടെ നിന്ന് എയർക്രാഫ്റ്റ് ഫ്യൂവൽ ചെയ്യാനുള്ള സൗകര്യം, റീഫ്യൂവൽ ചെയ്യാൻ സൗകര്യം ചോദിച്ചിട്ട് പോലും അടൽജിയുടെ കാലത്ത് കൊടുത്തിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മാഗ ആണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. ബലൂചിസ്ഥാനിൽ വേണ്ടത്ര ധാതു സമ്പത്ത് അവിടുന്ന് ചൂഷണം ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് അവസരം കൊടുക്കുമെന്നും ഉള്ള ധാരണ നവാസ് ഷെരീഫ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്ക ഭാരതവുമായും ട്രംപ് മോദിയുമായും നല്ലൊരു ബന്ധം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിലും രാഹുൽ ഗാന്ധിയും കൂട്ടരും പരാജയപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർ പരാജയപ്പെടുന്ന ആഗ്രഹം കൊണ്ട് പറയാം മോദി എന്ന് പറഞ്ഞു എന്നല്ലേ പറഞ്ഞു. അത് വിട്ടിത്തരം, വിട്ടികൾക്ക് വിട്ടിത്തരം പറഞ്ഞു. സറണ്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞതാണ് ഈ പമ്പര വിട്ടി എന്ന് തന്നെ പറയണം. അതെ അതെ. നമസ്കാരം. സീക്കിംഗ് ദ ട്രൂത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് സ്വാഗതം. ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോകമെമ്പാടും ഉള്ള ആൾക്കാർ അത് ഒരേ സ്വരത്തിൽ പറയുക അമേരിക്കയുടെ പ്രസിഡൻ്റാണ് എന്നാണ്. ഇന്നത്തെ പുതിയ മാറിയ ലോകക്രമത്തിൽ അത് എത്രത്തോളം ശരിയാണ് എന്നുള്ളത് മറ്റൊരു വിഷയം. പക്ഷേ പൊതുവെ എല്ലാവരും വിശ്വസിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ രാഷ്ട്രം അമേരിക്കയാണെന്നും അമേരിക്കയുടെ പ്രസിഡൻ്റ് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും ശക്തനായ ഭരണാധികാരിയാണ് എന്നുമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡൻ്റ് പറയുന്ന കാര്യങ്ങൾ, ചെയ്യുന്ന പ്രവർത്തികളെല്ലാം ഏറെ കൂടിയാലോചനകൾക്കും ഏറെ ചിന്തകൾക്കും ശേഷമാണ് സംഭവിക്കുക. പക്ഷേ അമേരിക്കയുടെ പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് രണ്ടാമതും അധികാരമേറ്റ ശേഷം ഈ കീഴ്വഴക്കങ്ങളൊക്കെ അദ്ദേഹം കാറ്റിൽ പറത്തുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പരസ്യമായ പ്രസ്താവനകളിലൂടെ, പരസ്യമായ നിലപാടിലൂടെ, പലപ്പോഴും സ്വന്തം സർക്കാരിൻ്റെ തന്നെ കൃത്യമായ നിലപാടുകൾക്ക് വിരുദ്ധമായി പോലും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇലോൺ മസ്ക് എന്ന അദ്ദേഹത്തിൻ്റെ ഒരു സമയത്തെ ഏറ്റവും അടുത്ത ആളായ ആ വ്യക്തിയുമായുള്ള സംഘർഷം മുതൽ വ്യാപാര കരാറുകളുടെ പേരിൽ ലോകരാഷ്ട്രങ്ങളുമായി ഉള്ള തർക്കങ്ങൾ വരെ എത്തി നിൽക്കുന്നു ഈ വിഷയങ്ങൾ. ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റെടുത്തത് ജനുവരി 2025 47ാമത് അമേരിക്കൻ പ്രസിഡൻ്റായി. അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, പ്രവർത്തികൾ, പറഞ്ഞ കാര്യങ്ങളൊക്കെ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അത് ബാധിക്കുക, എങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോവുക, പ്രത്യേകിച്ചും പഹൽഗാമിന് ശേഷമുണ്ടായ അദ്ദേഹത്തിൻ്റെ ചില ഇടപെടലുകൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങളാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത്. വി ആർ രാജശേഖരൻ ജി പതിവ് പോലെ നമ്മളോടൊപ്പം ഉണ്ട്. അദ്ദേഹം തന്നെ ഈ വിഷയങ്ങളെക്കുറിച്ച് ഒരു ക്ലാരിറ്റി നമ്മളുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള വിവരങ്ങൾ നൽകും. രാജശേഖരൻ ജി, എങ്ങനെയാണ് ഈ ഒരു സംഭവത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ പഹൽഗാം നമുക്ക് ചർച്ച ചെയ്യാം, പക്ഷേ പൊതുവായിട്ട് നമ്മളൊരു ബേർഡ്സ് വ്യൂ എടുത്തു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടുകളൊക്കെ അങ്ങ് വിചാരിക്കുന്നുണ്ടോ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക, പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ടുണ്ടാകുന്ന പറച്ചിലുകളും പ്രവർത്തികളുമാണ്, അതോ ഇതൊരു ഷോക്ക് ഉണ്ടാക്കി ഒരു ക്രമം തെറ്റിച്ച് ലോകത്തെ ഒന്ന് പിടിക്കാനുള്ള ഒരു ശ്രമമാണോ ഇത്? ശരിക്കും രാജേഷ് അവസാനം പറഞ്ഞ കാര്യത്തിലാണ് എനിക്ക് കൂടുതൽ യോജിപ്പ്. ആലോചിക്കാതെ, ചിന്തിക്കാതെ ഒരു കാര്യം പറയുന്ന ആളിന് ഹി കനോട്ട് ജസ്റ്റ് അഫോർഡ് ടു ബി ദ പ്രസിഡന്റ് ഓഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അതെ, 45ാമത് പ്രസിഡൻ്റായിരുന്നു. 46ാമത് നമ്മളെ വരാൻ പറ്റിയില്ല, നമ്മൾ തോറ്റു. 47 വീണ്ടും വന്ന ഡൊണാൾഡ് ട്രംപ് എന്ന് പറയുന്ന ഒരാൾ ചിന്തിക്കാതെയും ആലോചിക്കാതെയും പറയുന്നതല്ല. ഇത് ശരിക്കും പറഞ്ഞാൽ മേ ബി എ പാർട്ട് ഓഫ് ദ സ്ട്രാറ്റജി. അത് അദ്ദേഹത്തിൻ്റെ രീതിയുടെയും തന്ത്രത്തിൻ്റെ ഒരു ഭാഗമാകാം. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴും ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് വിമർശനാത്മകമായി അമേരിക്കയ്ക്കോ ലോകത്തിനോ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാലും എന്നെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഭാരതത്തെ എങ്ങനെ ബാധിക്കും എന്നുള്ളതാണ് ചോദ്യം. എക്സാക്ട്ലി. അവിടെ ഞാൻ തീർത്തും ഒരു ഓപ്റ്റിമിസ്റ്റിക് തന്നെയാണ്. എനിക്ക് പലരും ചിന്തിക്കുന്നത് പോലുള്ള വലിയ ഭയവും സന്ദേഹവും ഇല്ലെന്ന് പറയുന്നതാണ് ശരി. അതാണ് യാഥാർത്ഥ്യം. ഇവിടെ ഇത് ഇത്രയും കൂടുതൽ ചർച്ച ചെയ്യപ്പെടാൻ കാരണവും ഒരുപക്ഷെ ഇന്ത്യയിലെ പ്രതിപക്ഷം മോദി ട്രംപ് ബന്ധം ഉലയുന്നത് കാണുന്നത്
ആഘോഷിക്കാൻ കാത്തിരിക്കുന്ന ഒരു പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും അവരോട് ചേർന്ന് നിൽക്കുന്ന ഇടതുപക്ഷ സോ കോൾഡ് സെക്കുലർ പ്രസ്ഥാനങ്ങളും എല്ലാം കൂടി ചിന്തിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അങ്ങനെ ഒരു കാര്യത്തിലേക്ക് കടന്നു പോകുന്നത്. അവിടെ പരിമിതമായ സമയത്തുള്ളിൽ ചർച്ച ചെയ്യുമ്പം എനിക്കൊരു കാര്യം പറയാനുള്ളൂ. അന്തർദേശീയ ബന്ധങ്ങൾ ഒരിക്കലും എന്തെങ്കിലും തരത്തിലുള്ള ബന്ധങ്ങളുടെയോ മറ്റു ബന്ധങ്ങളുടെയോ എന്തെങ്കിലും വൈകാരികമായ കാരണങ്ങളുടെയോ ഒന്നും പേരിലല്ല നിലനിൽക്കുന്നത്. അത് ഓരോ രാഷ്ട്രങ്ങളുടെയും താല്പര്യ സംരക്ഷണം, ഒപ്പം തന്നെ രാഷ്ട്ര തലവൻ്റെ താല്പര്യ സംരക്ഷണവും കൂടെ വരാം. ഇത് രണ്ടും കൂടെയാണ് അക്കാര്യത്തിൽ നിൽക്കുന്നത്. അങ്ങനെ പറയുമ്പം ഡൊണാൾഡ് ട്രംപ് 45ാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോഴും 47ാമത് അമേരിക്കൻ പ്രസിഡന്റ് ആയപ്പോഴും കൃത്യമായ ചില ലക്ഷ്യങ്ങൾ ട്രംപിനുണ്ടായിരുന്നു. ഇന്നും ആ ലക്ഷ്യങ്ങളിൽ ട്രംപ് അടിയുറച്ചു നിൽക്കുന്നു. അങ്ങ് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇതിലൊരു കോൺട്രഡിക്ഷനായിട്ട് അല്ലെങ്കിൽ അതിനൊരു എതിർവാദം നിലയിൽ നമുക്ക് ഉന്നയിക്കാൻ സാധിക്കുന്ന ഒരു വിഷയം ഡൊണാൾഡ് ട്രംപിൻ്റെ ഈ പാകിസ്ഥാനോടുള്ള നിലപാടാണ്. നമുക്കറിയാം ജോ ബൈഡൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന നേരത്തെയുള്ള സർക്കാർ അവർ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളോട് അനുവർത്തിച്ചിരുന്ന ഒരു നയമുണ്ടായിരുന്നു. ഭാരതത്തോടെ വളരെ നിഷേധാത്മകമായ ഒരു നിലപാടായിരുന്നു പലപ്പോഴും എന്ന് നമുക്ക് ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, ട്രംപ് അധികാരത്തിൽ വന്നപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. അമേരിക്കയുടെ മറ്റ് നേതാക്കന്മാർ, വൈസ് പ്രസിഡൻ്റ് ആയാലും മറ്റ് പല നേതാക്കന്മാരും ഭാരതത്തോട് വളരെ അനുകൂലമായ ചില നിലപാടുകളും ചില പ്രസ്താവനകളും ഒക്കെ നടത്തുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ ഈ ഒരു പെഹൽഗാം അറ്റാക്കിന് ശേഷം നടന്ന ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ പാകിസ്ഥാനോട് അതിശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട അമേരിക്ക അങ്ങനെയല്ല ചെയ്യുന്നത് എന്നാണ് കാണുന്നത്. എന്ന് മാത്രമല്ല, ഒരുപക്ഷെ പാകിസ്ഥാൻ അനുകൂലമായ ഒരു നിലപാടിലേക്ക് അമേരിക്ക മാറിയോ എന്ന സംശയം പോലും പല നിരീക്ഷകരും ഉന്നയിക്കുന്നുണ്ട്. എങ്ങനെ പ്രതികരിക്കുന്നു, എങ്ങനെ അത് ശരിയാണോ എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? അതിനുള്ള പ്രതികരണം സ്വാഭാവികമായും സമ്മിശ്രമായിരിക്കും. അതിന് രണ്ട് കാരണമുണ്ട്. ഒന്ന്, തുടക്കത്തിൽ അന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ആണെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും പറഞ്ഞത് ഇത് നിങ്ങൾ തമ്മിലുള്ള കാര്യം ഞങ്ങൾ ഇടപെടുന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അതിനുശേഷം ചില പ്രത്യേക സാഹചര്യങ്ങളിലും കാരണങ്ങളിലും അമേരിക്കയ്ക്ക് നൊന്തപ്പം, അമേരിക്കയ്ക്ക് വേദന ഉണ്ടായപ്പം അമേരിക്ക ചില നിലപാട് മാറ്റങ്ങൾ വരുത്തിയെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്നത്തെ പത്രത്തിൽ വന്നൊരു വാർത്തയുണ്ട്, ഇന്ന് വന്ന വാർത്തയുണ്ടല്ലോ, നൂർഖാൻ എയർപോർട്ട് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ എയർപോർട്ടായിരുന്നു. അവിടെ പാകിസ്ഥാൻ ജനറൽമാർക്ക് പോലും പ്രവേശിക്കണമെങ്കിൽ അമേരിക്കയുടെ അനുവാദം വേണ്ടിയിരുന്നു. എത്ര പരിതാപകരമായ. അതെ, ആ നൂർഖാൻ എയർപോർട്ടും നമ്മൾ ഹിറ്റ് ചെയ്ത പാകിസ്ഥാൻ മിലിറ്ററി അസറ്റ്സിനകത്ത് പെട്ടതാണെന്ന് പറയുമ്പം അത് കൊണ്ടത് അമേരിക്കയ്ക്കാണ്, അതുപോലെ ചൈനയ്ക്ക് കൊണ്ടത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്ത. അങ്ങനെ വരുമ്പം അവിടെ ചില ബുദ്ധിമുട്ടുകൾ അമേരിക്കയ്ക്ക് വന്നിട്ടുണ്ട്. തന്നെയല്ല, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അമേരിക്ക എന്തൊക്കെ പറഞ്ഞാലും ആര് ഭരിക്കുമ്പോഴും അമേരിക്കയ്ക്ക് പാകിസ്ഥാനെ ഒഴിവാക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം ഭാരതം എന്ന് പറഞ്ഞാൽ ചരിത്രപരമായിട്ട് സ്വന്തമായി നിലപാടുള്ള രാജ്യമാണ്. ഇവിടെ അമേരിക്ക ആണെങ്കിലും മറ്റൊരു രാജ്യത്തിനും ബേസ് കൊടുക്കില്ല. ഇവിടെ നിന്ന് എയർക്രാഫ്റ്റ് ഫ്യൂവൽ ചെയ്യാനുള്ള സൗകര്യം, റീഫ്യൂവൽ ചെയ്യാൻ സൗകര്യം ചോദിച്ചിട്ട് പോലും അടൽജിയുടെ കാലത്ത് കൊടുത്തിട്ടില്ല. അതേ സമയത്ത് പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്ന് എന്ത് വേണമെങ്കിലും ആയിക്കോ, അപ്പനാക്കാർ സംസ്കർ, സ്വന്തം വീടെന്ന് കണക്കായിക്കൊണ്ട് എന്തുവാകാം എന്നാൽ ഞാൻ പറയുന്നു. അതിനപ്പുറം പറയേണ്ടതാ. അമേരിക്കക്കാണെങ്കിലും ചൈനയ്ക്കാണെങ്കിലും ഏത് രാജ്യത്തിനാണെങ്കിലും കടന്നു വന്ന് എന്തും ചെയ്യുന്നതിന് സ്വാതന്ത്ര്യം കൊടുക്കുന്ന ഒരു രാജ്യം ആണ് പാകിസ്ഥാൻ. അങ്ങനെ വരുമ്പം അമേരിക്കയുടെ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നതിന് അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് പ്രശ്നമുണ്ട്, അഫ്ഗാനിസ്ഥാനിൽ താല്പര്യങ്ങളുണ്ട്. അഫ്ഗാൻ വഴിയാണ് റഷ്യ അപ്രോച്ച് ചെയ്യാൻ എളുപ്പം. ചൈനയുമായിട്ട് പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഏതാണ്ട് ഒരു കേന്ദ്ര ബിന്ദുവായ സ്ഥാനത്ത് നിൽക്കുന്ന പാകിസ്ഥാനിൽ അവർക്ക് ലഭിക്കുന്ന പ്രവർത്തന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അതൊരു വലിയ അവരുടെ സ്ട്രാറ്റജിക് അസറ്റാണ്. അത് നഷ്ടപ്പെടാൻ, അതിനെ കൺട്രോൾ ചെയ്യാൻ അവർ ആഗ്രഹിക്കും, പക്ഷെ നഷ്ടപ്പെടാൻ അവരിഷ്ടപ്പെടുന്നില്ല.
ആ സ്ട്രാറ്റജിക് റീസൺ ഒന്ന്, ഒപ്പം തന്നെ അങ്ങ് വായിച്ചു കാണും തീർച്ചയായിട്ടും. ഈ ആ സമയത്ത് തന്നെ എനിക്ക് തോന്നുന്നത് മെയ് 6 തീയതി അടുത്ത് തന്നെയാണ് നമ്മുടെ ഈ പഹൽഗാം അറ്റാക്ക് തൊട്ട് പുറകിലായിട്ട് ട്രംപിൻ്റെ മകൻ വന്ന് ഒരു ബിസിനസ് ഡീൽ നടത്തി. അവിടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മകൻ അവിടെ വന്ന് ഒരു ബിസിനസ് ഡീൽ നടത്തി. ക്രിപ്റ്റോ കറൻസി ബിസിനസ്സിനകത്ത് ട്രംപിൻ്റെ മകനും മരുമക്കൾക്കും ഇൻവെസ്റ്റ്മെൻ്റ് ഉള്ള കമ്പനിയുടെ ഒരു ബിസിനസ്സിന് വേണ്ടി ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പേഴ്സണലി അദ്ദേഹത്തിന് സഹായിക്കുന്നതായിരുന്നു. അതാണ് ഒന്നൊരു കാര്യം. രണ്ടാമതൊരു കാര്യം, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് മാഗ ആണ്, മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗൈൻ. അതിന് ആവശ്യമായ നമ്മൾ ധാതു സമ്പത്ത് അത് ഇഷ്ടം പോലെ കിട്ടുന്നതിനുള്ള സാഹചര്യം പാകിസ്ഥാനിലുണ്ടെന്നും പാകിസ്ഥാൻ്റെ ബലൂചിസ്ഥാൻ പോലുള്ള പ്രദേശങ്ങളിൽ അതുള്ളത് കൊണ്ട് അവിടെയൊക്കെ വേണ്ട സ്വാതന്ത്ര്യം കൊടുക്കാമെന്ന് നവാസ് ഷെരീഫ് വാക്ക് കൊടുത്തിട്ടുണ്ടെന്നുമാണ്. കാരണം ബലൂചിസ്ഥാൻ ഓൾറെഡി അവരുടെ കയ്യിൽ നിന്ന് പോകാൻ പോവുക. അത് പോകാത്തൊരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ബലൂചിസ്ഥാനിൽ വേണ്ടത്ര ധാതു സമ്പത്ത് അവിടുന്ന് ചൂഷണം ചെയ്യുന്നതിന് അമേരിക്കയ്ക്ക് അവസരം കൊടുക്കുമെന്നും ഉള്ള ധാരണ നവാസ് ഷെരീഫ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ആകെപ്പാടെ ഇപ്പോൾ ഉണ്ടായിരുന്നൊരു പ്രശ്നമെന്ന് പറയുന്നത് ചൈനയും ആ മേഖലയിൽ മത്സരിക്കുന്നുള്ളതാണ്. ആ കാര്യത്തിൽ യഥാർത്ഥത്തിൽ ചൈനയെ അമേരിക്ക ട്രാപ്പ് ചെയ്തതാണെന്നാണ് ഇപ്പം മറ്റു രാജ്യങ്ങൾ പറയുന്നത്. കാരണം CPEC പഴയ നമ്മുടെ കാരക്കോൺ ഹൈവേ അത് അവരുടെ ചൈന പാക് ബന്ധത്തിലുള്ള ഹൈവേ ആയിരുന്നു. ആദ്യം അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വന്നു ചൈനയിലെ ആൾക്കാർ. പിന്നെ CPEC പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കി, ചൈന പാക് എക്കണോമിക് കോറിഡോർ. ഇതെല്ലാം ഉണ്ടാക്കി അവിടെ വന്ന് ചൈന 40-നും 60-നും ബില്യനും ഇടയ്ക്ക് ഡോളർ ചെലവാക്കിയാണ് പാകിസ്ഥാന് ഈ സംഭവം ചെയ്യാൻ കൊടുത്തത്. ഇതൊക്കെ നടക്കുമ്പം അമേരിക്കയ്ക്ക് അറിയാൻ വയ്യാത്ത കാര്യമൊന്നും ആയിരുന്നില്ല. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ഈ സംഭവം എല്ലാം ആയിക്കോട്ടെന്ന് കരുതിയ ശേഷം പിന്നീട് സന്ദർഭം കിട്ടുമ്പം അതായത് വാഴ വെക്കാനോ കൃഷി ചെയ്യാനോ ഒക്കെ അനുവദിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞ് കൊല വെട്ടുന്ന സാഹചര്യം വരുമ്പം ഞാനും ഉണ്ട് ഇവിടെ എന്ന് പറയുന്ന പോലെ അമേരിക്ക ഇന്ന് കാലം മാറിയപ്പം ആ സന്ദർഭം ഉപയോഗിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ അങ്ങേക്കറിയാവുന്നൊരു കാര്യം തന്നെയാണ്, പാകിസ്ഥാനും ചൈനയും അമേരിക്കയും ഒക്കെ ബന്ധമുണ്ടെന്ന് പറയുമ്പോഴും പാകിസ്ഥാനിലെ ആ ഉദ്യോഗസ്ഥ പ്രഭുത്വവും രാഷ്ട്രീയ നേതൃത്വവും സൈനിക നേതൃത്വവും വ്യക്തിപരമായി കൂടുതൽ വിധേയത്വം കാണിക്കുന്നത് അമേരിക്കയായിട്ടാണ്. കാരണം അവിടുത്തെ പട്ടാള ജനറൽമാരുടെയൊക്കെ മക്കൾ പഠിക്കുകയും അവിടെ ചെയ്യുന്നത്. അപ്പം അതൊരു കാര്യം. അപ്പം പാകിസ്ഥാൻ്റെ കാര്യത്തിൽ ട്രംപിന് കുടുംബ ബിസിനസ്സിനും പ്രയോജനമുണ്ട്. അമേരിക്കയ്ക്ക് മേക്ക് അമേരിക്ക അഗെയിൻ ഗ്രേറ്റ് എന്ന് പറയുന്ന ആ കൺസെപ്റ്റിന് ആവശ്യമായ ധാതു സമ്പത്ത് കിട്ടാനും ഇറാനോടോ ചൈനയോടോ റഷ്യയോടോ അഫ്ഗാനിസ്ഥാനോടോ ഒക്കെ ഒരു ഉരസൽ വേണ്ടി വന്നാൽ വേണ്ട സഹായം കിട്ടുന്നതിന് സ്ഥലമുള്ള ഒരു ജോഗ്രഫിക്കൽ പ്ലേസിംഗ് ആണ് പാകിസ്ഥാൻ. അത് തന്നെയാണ് പ്രശ്നവും. അതൊരു പ്രശ്നം. ഇനി അത് കഴിഞ്ഞ് ഞാൻ പറയാൻ വരുന്നത് എവിടെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ നമ്മൾ വേറൊരു കാര്യം ആലോചിക്കണം. ഞാൻ അല്പം സ്പീഡിൽ പോവുക സമയത്തിൻ്റെ അതുകൊണ്ട്. ട്രംപ് ചില ലക്ഷ്യങ്ങളുമായിട്ടാണ് രംഗത്ത് വന്നത്. ആ ലക്ഷ്യങ്ങൾ എന്താണ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ആ ലക്ഷ്യങ്ങൾ സാധിക്കുന്നതിന് ഇന്ത്യക്ക് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ, സംഭാവന ചെയ്യാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ കാര്യങ്ങളൊക്കെ മാറും. ട്രംപ് വീണ്ടും ഹി വിൽ കം ബാക്ക് ടു ഇന്ത്യ. ഇതിനെ ഒരു പുനർവിചിന്തനം, പുനർസമീപനം ഇന്ത്യ ബന്ധത്തിൽ, മോദി ബന്ധത്തിൽ ട്രംപ് ഉണ്ടാക്കും. ഇതുവരെ മുറിഞ്ഞ് അകന്നു പോകുന്നൊരു സാഹചര്യം വന്നിട്ടില്ല. ഇപ്പൊ തന്നെ ഇന്നലെ ഒരു കാര്യം ഉണ്ടായിരിക്കുന്നു. അവിടെ നമ്മുടെ കാഷ് പട്ടേൽ എന്ന് പറയുന്ന അവിടുത്തെ CIA സംവിധാനത്തിൻ്റെ ഹെഡ്, അദ്ദേഹം ഫെൻറ്റൈൽ എന്ന് പറയുന്ന ആ ലഹരി വസ്തു ചൈന അമേരിക്കയിലേക്ക് അതിൻ്റെ ഒരു പ്രവാഹം നടത്തി അമേരിക്കയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നിടത്ത് അമേരിക്ക നടത്തുന്ന പ്രതിരോധത്തിന്
വേണ്ട സഹായം ഭാരതവും ചെയ്യുന്നു എന്നതിന് നന്ദി പറഞ്ഞിരിക്കുക ഇന്നലത്തെ കാര്യം. ഇല്ല, അതെല്ലാം നടക്കുന്നുണ്ട്. ഇപ്പം അങ്ങ് പറഞ്ഞ രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഒന്ന്, പാകിസ്ഥാനെ സംബന്ധിച്ച് താങ്കൾ പറഞ്ഞ വളരെ കറക്റ്റാണ്. പാകിസ്ഥാൻ ആർക്കും എന്തും ചെയ്യാവുന്ന ഒരു ലോകരാഷ്ട്രങ്ങൾക്കാർക്കും ഇപ്പോൾ അവർ നമ്മുടെ ഒബ്സർവേഴ്സ് തന്നെ പറയുന്ന സത്ലജ് നദിക്ക് ഒരു വശത്ത് മുഴുവൻ ചൈനീസ് എക്യുപ്മെൻസും മറുവശത്ത് മുഴുവൻ അമേരിക്കൻ എക്യുപ്മെൻസും വെച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഭാരതത്തെ നേരിടാൻ ശ്രമിച്ചത്. അപ്പോൾ രണ്ടിടത്തും അവരുടേതായ ഒന്നുമില്ല, ഇതെല്ലാം മറ്റുള്ളവരുടെയാണ്. അപ്പോൾ അവരത് വെറുതെ അവിടെ കൊണ്ടുവന്ന് വെക്കത്തുമില്ല, അവരതിൻ്റെ വിലയെടുക്കുകയും ചെയ്യും. പക്ഷേ ഈ പാകിസ്ഥാൻ എന്നുള്ള ആ രാജ്യം നിലനിൽക്കുന്നത് തന്നെ ഭാരതത്തോടുള്ള വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഡേഞ്ചറസ് ആണ്, നമുക്കതൊരു വലിയ അപകടമാണ് എന്നുള്ളത് നമുക്കറിയുകയും ചെയ്യാം. ഈ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അങ്ങ് തന്നെ പറഞ്ഞു, ട്രംപ് മുറിഞ്ഞു പോയിട്ടില്ല, പക്ഷേ അകന്നിട്ടുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ ഇതിനിടയിൽ നമുക്കൊരു പോസിറ്റീവായിട്ട് ഇത് കാര്യമായിട്ട് ഭാരതത്തെ ബാധിക്കില്ല എന്ന് പറയാൻ സാധിക്കുന്നത്? അവിടെയാണ് ഞാൻ പറഞ്ഞു വന്നത്. ഒരു കാര്യം ഒന്ന് ഓർക്കുക, നമ്മൾ ആ പൊക്രാൻ എക്സ്പ്ലോഷൻ കഴിഞ്ഞപ്പോൾ സാങ്ഷൻ ഏർപ്പെടുത്തിയത് അമേരിക്ക. അതെ, ആ അമേരിക്ക സാങ്ഷൻ എടുത്തു കളഞ്ഞത് എന്തുകൊണ്ടാണ്? അതുപോലെ തന്നെ ഇവിടുത്തെ കോൺഗ്രസ്സുകാരും കമ്മ്യൂണിസ്റ്റുകാരും, അതായത് നമ്മുടെ ഹർകിഷൻ സിംഗ് സുർജീത്തും സോണിയാഗാന്ധിയും ജോൺ ഡാനിയലും എല്ലാം മുട്ടിപ്പായിച്ചെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ സീതാറാം യെച്ചൂരിയും എല്ലാം ഉണ്ട്. അപേക്ഷ കൊടുത്താണ് മോദി അവിടെ കയറരുതെന്ന് വിസ പോലും കൊടുക്കാതിരുന്നത്. ആ മോദിയെ പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്ത് എങ്ങനെയാ? ഡെമോക്രാറ്റിക് പ്രസിഡൻസും റിപ്പബ്ലിക്കൻ പ്രസിഡൻസും വൈറ്റ് ഹൗസിലേക്ക് അവർ സ്വീകരിച്ചെന്ന് പറയുമ്പോൾ നമ്മൾ അതിനെ കേവലം ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് മാത്രമല്ല, മാറുന്ന ലോകക്രമത്തിൽ ഭാരതത്തിന് പലതും ചെയ്യാൻ കഴിയുമെന്ന് ബോധ്യമായപ്പം അങ്ങനെ ഒരു രാജ്യത്തെ കൂടെ നിൽക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് സംഭവിച്ചത്. ഒരു കാര്യം കൂടി ഓർക്കുക, ട്രംപ് വന്ന ആ സമയത്ത് ആദ്യത്തെ തവണ 2016 17 ആണല്ലോ പാരീസ് കൺവെൻഷൻ നടക്കുന്നത്. ആ പാരീസ് കൺവെൻഷനിൽ അമേരിക്കയുടെ നിലപാടിന് ശക്തമായ എതിർ പക്ഷം പിടിച്ചത് നരേന്ദ്രമോദി, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയായിരുന്നു. ആ നരേന്ദ്രമോദിയുടെ പിന്നെ ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് ട്രംപ് ഒരു മടിയും കാണിച്ചിട്ടില്ല. അതുപോലെ തന്നെ 2019 ഇലക്ഷന് മുമ്പായിട്ട്, ആ 2019 ആദ്യം ട്രംപ് എന്തെല്ലാം പറഞ്ഞാലും വളരെ സൂക്ഷിച്ച് പുറകോട്ട് മാറിയ ആളാണ്. ഇത് ഞാൻ പറഞ്ഞത്, ട്രംപ് ബിസിനസ്സുകാരനാണ്. അമേരിക്ക എന്ന് പറയുന്നത് വ്യവസായ കച്ചവട താല്പര്യങ്ങൾക്ക് മുന്നിൽ പ്രാധാന്യം കൊടുക്കുന്നവരാ. അവർക്ക് പ്രയോജനമുള്ളൊരു ഘട്ടമെന്ന് പറയുമ്പം അവരഭിപ്രായം മാറ്റും. അതിൻ്റെ ഒരു പ്രധാന ഘടകമാണ് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ. ചൈനയിൽ ഇപ്പം പറയുന്നുണ്ട് ഷീ ജിൻപിങ്ങിന്റെ കാലം കഴിഞ്ഞു, ഹൗസ് അറസ്റ്റിലാണെന്ന് വരെ പറയുന്നുണ്ട്. ഇപ്പം 10-15 ദിവസമായി. ഭാഗ്യം നമുക്ക് അവിടെ എന്ത് നടക്കുന്നു. ഇതൊക്കെ ആണേലും എന്ത് മാറ്റം വന്നാലും ചൈനയിൽ കാര്യമായിട്ടുള്ള നയപരമായ മാറ്റം വരാനും പോകുന്നില്ല. അപ്പോൾ ചൈന എന്നുള്ള ലോകത്തിന് ഭീഷണിയായ രാജ്യം, അതിനെ 1-ാം നമ്പർ ശത്രുവായിട്ട്, അല്ലെ മത്സരത്തിലെ 1-ാമത്തെ എതിരാളിയായിട്ട്, ശത്രു എന്ന് പറഞ്ഞ് ഞാൻ പറയുന്നില്ല, അമേരിക്ക കാണുന്നിടത്തോളം കാലം അമേരിക്കയ്ക്ക് ഭാരതത്തെ കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഭാരതത്തിൻ്റെയും പ്രധാന ശത്രുവായിട്ട് ചൈന നിലനിൽക്കുന്ന കാലം ഭാരതത്തിനും അമേരിക്കയുമായിട്ടുള്ള ഒരു പോസിറ്റീവ് റിലേഷൻഷിപ്പ് അനിവാര്യമാണ്. ആ ഒരു സാഹചര്യം രണ്ട് കൂട്ടരും മനസ്സിലാക്കുന്നത് കൊണ്ട് വേറിട്ട് പോകുന്നതിനല്ല, കൂടെ ചേരാൻ പറ്റുന്നിടത്ത് ചേരുന്നതിനായിരിക്കും സാധ്യത കൂടുതൽ എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അവിടെ എനിക്കൊരു തർക്കം ഉള്ളത്, അല്ലെങ്കിൽ മറ്റൊരു ചോദ്യം ചോദിക്കാനുള്ളത് അമേരിക്കയുടെ ഈ നിലപാടിനെ കുറിച്ചാണ്. ഇപ്പം അങ്ങ് തന്നെ പറഞ്ഞു, ചൈനയെ നേരിടാൻ ഭാരതം പോലൊരു രാജ്യം വേണമെന്ന് അമേരിക്കയ്ക്ക് ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ഭാരതത്തെ കൈവിടില്ല, അല്ലെങ്കിൽ ഒരുമിച്ച് ചേർത്ത് നിർത്തുവാൻ. പക്ഷേ അത് പറയുമ്പോൾ തന്നെ ഭാരതത്തിൻ്റെ ഈ വളർച്ച അമേരിക്കൻ ഭരണകൂടം, അതായത് ഈ പറഞ്ഞ കച്ചവടത്തിൽ അടിസ്ഥാനമാക്കിയുള്ള നയങ്ങളാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ കാതൽ. ഇപ്പോഴത്തെ ട്രംപിൻ്റെ ഒരു അവസ്ഥ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ ദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഭാരതം നടത്തിയിരിക്കുന്നത്. ആത്മനിർഭർ ഭാരതം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സെൽഫ് റിലയൻസ് നമ്മൾ ഒരു നാടകീയമായ നിലയിൽ നമ്മളത് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഭാരതത്തിൻ്റെ ഈ വളർച്ച അമേരിക്ക വളരെ ആശങ്കയോടെ അല്ലേ കാണുന്നത്? അതും ഈ നയങ്ങളെയും ഈ ബന്ധത്തെയും ബാധിക്കില്ലേ?
അതിലൊരു സംശയം വേണ്ട. അമേരിക്ക ആഗ്രഹിക്കുന്നത് വികസിത ഭാരതമല്ല, വികസ്വര ഭാരതമാണ്. വളർന്നോട്ടെ, കുഴപ്പമില്ല. പക്ഷെ വികസിതമായി കഴിഞ്ഞാൽ അമേരിക്കയ്ക്ക് ബുദ്ധിമുട്ടാവും. ഒന്ന് വേറൊന്നുകൂടെ ഞാൻ പറയാം. ലോകത്തിൽ ഇന്ന് പ്രത്യേകിച്ചും കോവിഡ് കഴിഞ്ഞുള്ള വളർച്ചയിൽ ഭാരതത്തിന് അത്രയും വളർച്ചയുടെ ശതമാനം വേറെ ലോകരാജ്യങ്ങൾക്കൊന്നുമില്ല. അതേ സമയത്ത് തന്നെ മറ്റ് ലോകരാജ്യങ്ങൾക്ക് വളർച്ചയുടെ അവരുടെ ഗ്രാഫ് താഴോട്ട് പോകുന്നത് കൊണ്ടും നമ്മൾ മേലോട്ട് പോകുന്നതുകൊണ്ടും ആ ഗ്യാപ്പ് ഭയങ്കര കൂടുതലാണ്. ആ കൃത്യമായ ഗ്യാപ്പ് കാണുന്നിടത്ത് ട്രംപിനെ പോലെ ഭരണാധികാരി അമേരിക്കൻ ഭരണകൂടത്തിന് ഒരിക്കലും അതവർക്ക് സഹിക്കാൻ പറ്റില്ല. അവർക്ക് ആവശ്യമുള്ളത് കൃത്യമായി പറഞ്ഞാൽ ചൈന പ്രതിരോധിക്കാൻ വേണ്ടി ഭാരതത്തിൻ്റെ കൂട്ട് വേണം, ഭാരതം വളരാതിരിക്കാൻ വേണ്ടി പാകിസ്ഥാനെ നിലനിർത്തണം. ഇതാണ് അവരുടെ സ്ട്രാറ്റജി. ഈ സ്ട്രാറ്റജിക്കകത്ത് എങ്ങനെയാണ് ഇതിനെ കവച്ചു വെക്കാൻ കഴിയുന്നുള്ളതാണ് നമ്മുടെ നോട്ടം. ഈ നോട്ടത്തിനകത്ത് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഈ അഡ്വാൻറ്റേജ് പെസിമിസ്റ്റിക്കലി ചിന്തിക്കുന്ന പലരും കാണാത്തൊരു അഡ്വാൻറ്റേജാണ്. ട്രംപിൻ്റെ കാലം എന്ന് പറയുന്നത് ഇനി ഒരു 3.5 വർഷമാണ്. അമേരിക്കയിലെ റിപ്പബ്ലിക്കൻസ് ആണെങ്കിലും ഡെമോക്രാറ്റ്സ് ആണെങ്കിലും പ്രസിഡന്റായിട്ട് നിൽക്കുന്ന ആളിൻ്റെ വ്യക്തിപരമായ നിലപാടുകൾക്കും സമീപനങ്ങൾക്കും കൂടുതൽ പ്രാധാന്യമുണ്ട്. വേറൊരു റിപ്പബ്ലിക്കൻ പ്രസിഡന്റ് വന്നാൽ പോലും ഇദ്ദേഹത്തിൻ്റെ രീതി ആയിക്കൊള്ളണമെന്നില്ല. നേരെ മറിച്ച് ഭാരതത്തിലെ കാര്യം പറഞ്ഞാൽ ഇപ്പോൾ ക്വാഡിൻ്റെ കാര്യം ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു പുസ്തകത്തിന് പറഞ്ഞിട്ടുണ്ട്. ക്വാഡിൻ്റെ സങ്കല്പത്തിലേക്ക് ഭാരതം നീങ്ങാൻ തുടങ്ങിയത് അടൽ ബിഹാരി വാജ്പേയി ഇരുന്ന കാലത്താണ്. അതാണ് പിന്നീട് മൻമോഹൻ സിംഗിൻ്റെ കാലത്ത് പുറകോട്ട് പോയെങ്കിലും ആ ഭാരതം, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക എന്ന് പറയുന്ന ആ ചതുഷ്കോണ അച്ചുതണ്ടിനെ പുനർജീവിപ്പിച്ചത് ട്രംപും മോദിയും കൂടെ വന്ന കാലത്താണ്. അപ്പം ഞാൻ പറഞ്ഞത് അങ്ങനെ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് തുടങ്ങിയതാണ്, മോദിയുടെ കാലത്ത് പിന്തുടരുന്നു. ഇനി മോദിയുടെ ഭരണകാലം കഴിഞ്ഞ് വേറൊരു പ്രധാനമന്ത്രി വന്നാലും ഭാരതത്തിൽ ഇപ്പം പറയുന്ന ദേശീയ ശക്തികളുടെ പ്രഭാവം ഉള്ളിടത്തോളം കാലം നയസമീപനങ്ങളിൽ മാറ്റം വരാൻ പോകുന്നില്ല. പക്ഷേ അപ്പോൾ നമ്മുടെ ഈ സമയം അതിക്രമിക്കുന്നതുകൊണ്ട് ഞാൻ 1-2 ചെറിയ ചോദ്യങ്ങൾ ചോദിക്കണം. ഒന്ന്, അങ്ങിപ്പോൾ പറഞ്ഞ ആ ഒരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ ട്രംപ് ഈ ഒരു കോൺഫ്ലിക്റ്റ് ഇപ്പോൾ ഉണ്ടായ സംഘർഷത്തിൽ കാണിച്ച ഒരു വലിയ നീതികേട് അദ്ദേഹം കശ്മീർ വിഷയത്തിലേക്ക് ഇതിൻ്റെ ഫോക്കസ് കൊണ്ടുപോയി എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പെഹൽഗാമിലെ ഭീകരാക്രമണത്തിലേക്കായിരുന്നു ലോകത്തിൻ്റെ ഫോക്കസ് വരേണ്ടത്. പക്ഷേ ഇദ്ദേഹം അത് നേരെ കശ്മീരിലേക്ക് കൊണ്ടുപോയി. കശ്മീരിൻ്റെ കാര്യത്തിൽ ഞാൻ വേണമെങ്കിൽ ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് ഇങ്ങോട്ട് പറയുകയാണ് അദ്ദേഹം ചെയ്തത്. അതപ്പോൾ തന്നെ നമ്മൾ റിജക്റ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ അതിനപ്പുറം നമുക്ക് ഈ ട്രംപിൻ്റെ ഇങ്ങനെ ഒരു ആക്രമണോത്സുകമായ ഒരു നിലപാടാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു വളരെ അഗ്രസീവായ ഒരു പോസ്റ്ററാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ നമുക്കത് റെസിസ്റ്റ് ചെയ്ത് നമ്മുടെ നിലപാടിൽ ഈ ഒരു വിഷയത്തിലും മറ്റ് ബൈലാറ്ററൽ വിഷയങ്ങളിലും ഉറച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് കരുതുന്നുണ്ടോ? സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഒപ്പം തന്നെ ട്രംപിൻ്റെ നിലപാടുകളെക്കുറിച്ച് അങ്ങയോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നുമുണ്ട്. അവിടെ കാരണം ഞാൻ കാണുന്നത് ട്രംപ് ഈ സന്ദർഭത്തിൽ ഈ കാശ്മീർ വിഷയം കൈകാര്യം ചെയ്യാമെന്നും ഞാനത് മാനേജ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിൽ ഇത് നേരത്തെ പറഞ്ഞതാണ്, 2019 പറഞ്ഞതാണ്. നിങ്ങൾക്ക് ചില രാജ്യങ്ങളുമായിട്ട് പ്രശ്നമുണ്ട്, അവരുമായിട്ട് എനിക്ക് നല്ല റിലേഷനുണ്ട്, ഐ വിൽ മാനേജ് എന്ന് പറഞ്ഞപ്പോൾ മോദി പറഞ്ഞതാണ് യു മൈൻഡ് യുവർ ബിസിനസ് എന്ന്. അങ്ങനെയല്ല പറഞ്ഞെങ്കിലും അത് ഞങ്ങൾ കൈകാര്യം ചെയ്യുള്ളൂ മോദി ഭാഷയിൽ പറഞ്ഞത്. അപ്പം അവിടെ ഒരു കാര്യമുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞ ഇതൊക്കെ പറയുമ്പോഴും അൾട്ടിമേറ്റ്ലി ട്രംപിന് അല്ലെ അമേരിക്കയ്ക്ക് ചൈന എന്ന് പറയുന്ന ഭീകര ശത്രുവിനെ നേരിടണമെങ്കിൽ ഭാരതത്തിൻ്റെ സഹായം കൂടെ ഉണ്ടായേ പറ്റുള്ളൂ. ഭാരതത്തിന് ആ സഹായം ഭാരതത്തിനും ഗുണപ്പെടുന്നതായതുകൊണ്ട് ഭാരതം കൂടെ നിൽക്കുകയും ചെയ്യും. ഇതാണ് ഞാൻ പറയുന്നത്. അല്ലാതെ ഞാൻ ഒരിക്കലും പിന്നെ വേറൊരു കാര്യമാണ് ഞാൻ പറയുക, ട്രംപിൻ്റെ സ്ഥാനത്ത് ജോ ബൈഡനായിരുന്നെങ്കിലോ, ജോ ബൈഡനും പോട്ടെ, കമലാ ഹാരിസ് ആർട്ടിക്കിൾ 370 റദ്ദാക്കിയപ്പോഴത്തേക്ക് കമലാ ഹാരിസ് പറഞ്ഞത്, പാകിസ്ഥാൻകാരോട് പറഞ്ഞത്, നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ലോകമുണ്ടെന്ന് പറഞ്ഞ കമലാ ഹാരിസ്. ഇത് തന്നെയോ അമേരിക്ക വന്നിട്ടുള്ള മിക്കവാറും എല്ലാ പ്രസിഡന്റുമാരും പാകിസ്ഥാൻ അനുകൂലികളാണ്. അവസ്ഥ ഏറ്റവും തീഷ്ണമായിട്ട് കണ്ടത് റിച്ചാർഡ് നിക്സന്റെ കാലത്താണ്. ആ റിച്ചാർഡ് നിക്സന്റെ കാലത്ത് സമയക്കുറവിന് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. റിച്ചാർഡ് നിക്സനും കീസിഞ്ചറും കൂടെ മാവോയുമായി നല്ല ബന്ധം ഉണ്ടാക്കിയപ്പം അതെന്തിനാണ് ഉണ്ടാക്കിയത്? സോവിയറ്റ് യൂണിയനെയും ഭാരതത്തെയും തകർക്കാൻ വേണ്ടി.
സോവിയറ്റ് യൂണിയനെയും ഭാരതത്തെയും തകർക്കാൻ വേണ്ടി അമേരിക്കയും ചൈനയും കൂടെ ചേർത്തൊരു ബന്ധം. അതിന് ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ തന്നെ പറഞ്ഞ പോലെ വേട്ടപ്പട്ടിയുടെ റോളിൽ പാകിസ്ഥാനും. ഇങ്ങനെയായിരുന്നു ബന്ധം. അന്ന് വന്നു കഴിഞ്ഞ സന്ദർഭത്തിൽ ചൈനയുടെ പ്രസിഡന്റ് വന്ന ദിവസം പറയുന്നത് മുടി പോലും പ്രത്യേക സ്റ്റൈലിൽ വെട്ടി പുതിയ ഉടുപ്പൊക്കെ ഇട്ട് വയ്യാത്ത അസുഖം ബാധിച്ച മാവോസേത്തുങ് കാത്തിരുന്ന് വന്നു കഴിഞ്ഞ നിക്സനെ എനിക്ക് 3 മണിക്കൂറിനുള്ളിൽ തന്നെ കാണാൻ കഴിഞ്ഞെന്ന് ഇൻസിസ്റ്റ് ചെയ്തെന്നും ലോകത്തിൻ്റെ ഗതി മാറ്റിയ സംഭവമാണതെന്ന് എഴുതി വെച്ചെന്നുമാണ് ചൈനീസ് പത്രം പറഞ്ഞത്. അപ്പോൾ ചൈനയുടെ ഈ ബന്ധങ്ങളെന്നൊക്കെ പറയുന്നത് അന്ന് അവരങ്ങനെ ചെയ്തു. സോവിയറ്റ് യൂണിയനെ അവർക്ക് തീർക്കാൻ പറ്റി. ഭാരതം പിന്നെ അതിനെ അതിജീവിച്ചു. ഇന്ന് അവർ അന്നത്തെ സോവിയറ്റ് യൂണിയൻ ഇന്നില്ല, റഷ്യ ഉള്ളത്. ഇന്ന് അവർ മുഖ്യ ശത്രുവായിട്ട് കാണുന്നത് ചൈനയാണ്. അതിനാണ് ട്രംപ് പോലും ഉക്രൈൻ പ്രശ്നമാണെങ്കിലും പരിഹരിച്ച് ചൈന റഷ്യ അച്ചുതന്നെ ഉണ്ടാവരുമെന്ന് ആഗ്രഹിക്കുന്നത്. ആ ചൈന റഷ്യ അച്ചുതന്നെ ഉണ്ടാകുന്നത് അമേരിക്കയും ദോഷമാണ്, നമുക്കും ദോഷമാണ്. തീർച്ചയായിട്ടും നമ്മളീ പറയുന്ന പോലെ റഷ്യ ഒന്നും ഈ നമ്മുടെ കൂടെ ഡിഫൻസ് ഡീലുള്ളതിൻ്റെ പേരിൽ അവർ കൂടെ ഉണ്ടാവാം. ഒരു കാര്യം ഞാൻ പറയും, ഇപ്പോൾ അടുത്ത കാലത്ത് റഷ്യയുടെ ഫോറിൻ മിനിസ്റ്റർ ഒരു പ്രസ്താവനയ്ക്കകത്ത് ആ ലഡാക്കിലെ കോൺഫ്ലിക്റ്റിൽ അവർ കടന്നാക്രമിച്ചപ്പം 20 ഇന്ത്യൻ പട്ടാളക്കാരും ബലിദാനികളായി, 4 ചൈനീസ് പട്ടാളക്കാരും മരിച്ചെന്നാണ് പറഞ്ഞത്. അത് എക്സാക്ട്ലി ചൈനയുടെ വേർഷനാണ്. അത് മറ്റ് രാജ്യങ്ങളും അമേരിക്ക ഉൾപ്പെടെ രാജ്യങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്ത് ഈവൻ ചൈനയിലെ തന്നെ ലോകമാധ്യമങ്ങൾ ഒക്കെ പറഞ്ഞ് 48-58 വരെ ചൈനക്കാർ മരിച്ചെന്നാണ്. അപ്പോൾ എന്ത് പറഞ്ഞാലും അൾട്ടിമേറ്റ്ലി ചൈന റഷ്യ അവർ പറയുന്നു ചൈന റഷ്യ ഇന്ത്യ അച്ചുതനുണ്ടാകണമെന്ന്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് പ്രാക്ടിക്കൽ. ഒറ്റ ചോദ്യം കൂടി. ഈ എന്തായാലും വളരെ സങ്കീർണമാണ് സ്ഥിതി, വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഇതിലെ ഒരു എന്താ പറയുക, ഒരു സിൽവർ ലൈനിങ് എന്നുള്ള നിലയിൽ പോസിറ്റീവായിട്ട് താങ്കൾ കാണുന്ന 1-2 ആസ്പെക്റ്റുകൾ എന്തൊക്കെയാണ്? ഞാൻ കാണുന്ന ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ ഞാൻ കാണുന്ന ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഇതുവരെ ആ ട്രേഡ് ഡീൽ ഫൈനലൈസ് ചെയ്തിട്ടില്ല. ഇന്ത്യയോട് അകന്നു കഴിഞ്ഞ സാഹചര്യത്തിൽ അകന്ന ഒരു സാഹചര്യം വന്നു. ക്വാഡ് പോലുള്ള കാര്യം സെപ്റ്റംബറിൽ ക്വാഡിൻ്റെ മീറ്റിംഗ് നടക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ അതുപോലെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ലഹരി കാര്യത്തിന് ഭാരതത്തിൻ്റെ സഹായം വേണം ചൈനയ്ക്ക്, അമേരിക്കയ്ക്ക്. മറ്റ് പല മേഖലകളിലും അമേരിക്ക കൃത്യമായി ഒറ്റപ്പെടുന്നു. യൂറോപ്പുമായിട്ട് നല്ല ബന്ധമല്ല. ഉക്രൈൻ റഷ്യൻ പ്രശ്നം പരിഹരിക്കാൻ നോക്കിയിട്ട് നടന്നിട്ടില്ല. ഇസ്രായേൽ പാലസ്തീൻ പ്രശ്നത്തിൽ പോലും ഉദ്ദേശിച്ചിടത്ത് കാര്യം കെട്ടാൻ പറ്റിയിട്ടില്ല. അങ്ങനെ എല്ലാ അർത്ഥത്തിലും അതുപോലെ ആന്തരികമായിട്ട് ഇലോൺ മസ്കിനെ പോലൊരുമായിട്ട് പ്രശ്നമുണ്ട്. ഇതെല്ലാം വന്ന സാഹചര്യത്തിൽ ട്രംപ് ഒരു പുനർവിചിന്തനത്തിന് തയ്യാറാകുമെന്നും ഇതുവരെ നരേന്ദ്രമോദിയുമായിട്ട് പേഴ്സണലി ഒരു അകൽച്ച പ്രകടിപ്പിക്കാത്തതുകൊണ്ടും ഈ സാഹചര്യം വീണ്ടും പുനർചിന്തിച്ചിട്ട് അമേരിക്ക ഭാരതവുമായും ട്രംപ് മോദിയുമായും നല്ലൊരു ബന്ധം ഉണ്ടാകുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ആ കാര്യത്തിലും രാഹുൽ ഗാന്ധിയും കൂട്ടരും പരാജയപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം അവർ പരാജയപ്പെടുന്ന ആഗ്രഹം കൊണ്ട് പറയാം. മോദി എന്ന് പറഞ്ഞു എന്നല്ലേ അത് വിട്ടികൾക്ക് വിട്ടിത്തരം പറഞ്ഞു. സറണ്ടർ നരേന്ദ്രൻ എന്ന് പറഞ്ഞതാണ് ഈ പമ്പര വിട്ടി എന്ന് തന്നെ പറയണം. അദ്ദേഹം പറഞ്ഞു. പിന്നെ വേറൊന്ന്, ഇതെല്ലാം കണ്ട് മോദിയും ട്രംപും അകലാൻ പോകുന്നുവെന്ന് പറഞ്ഞ് ആഘോഷിക്കുന്ന MA ബേബിയുടെ പാർട്ടിക്കാർ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർക്കും ആഘോഷിക്കാനൊന്നും ഉണ്ടാവില്ല. നരേന്ദ്രമോദി ഒന്നും ഭാരതത്തിന് ആവശ്യമുള്ള ഒരു കാര്യം ഞാൻ പ്രത്യേകം എടുത്ത് പറയുക. ഇതൊക്കെ ചെയ്തത് എപ്പോഴാണ്? ട്രംപിൻ്റെ ഇടപെടൽ വന്നത് എപ്പോഴാണ്? പകൽഗാമിന് മറുപടി കൊടുത്തു. വേണ്ട അടി കൃത്യമായിട്ട് ഇപ്പൊ പറയുന്നു 20 സ്ഥലത്തല്ല 27 സ്ഥലത്ത് ഞങ്ങൾ തല്ലുകൊണ്ടെന്നാണ് പറയുന്നത്. 7 ബില്യൺ ഡോളറാണ്. 7.6 ബില്യൺ ഡോളർ പോയി എന്ന് പറയുന്നു. കൂടെ അത് തന്നെയല്ല, ഇപ്പം ഏറ്റവും പ്രകടമായി കണ്ടത് 30 ടെൻഡർ അവർ ഇഷ്യൂ ചെയ്തിരിക്കുക. അവരെ നഷ്ടപ്പെട്ടു പോയ പ്രതിരോധ സൈനിക ആസ്തികളെ സൃഷ്ടിക്കാൻ വേണ്ടി. സാധാരണഗതിയിൽ എയർവേസ് ഒക്കെ പോയി കഴിഞ്ഞാൽ ഇപ്പം റൺവേയാ പോയെന്ന് വിചാരിച്ചു, 5-6 ദിവസം കൊണ്ട് നന്നാക്കുന്ന ടെക്നോളജിക്ക് ഇപ്പോൾ ഉണ്ട്. അതെല്ലാ രാജ്യങ്ങൾക്കും സ്വന്തമായിട്ട് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെയൊന്നും അവസാനിക്കാതെ 30 ടെൻഡർ ഇഷ്യൂ ചെയ്ത് റിനോവേഷന്
തയ്യാറാവുന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് വലുതാണ്. അതെല്ലാം സംഭവിച്ച ശേഷം, കൊടുക്കേണ്ട അടിയെല്ലാം കൊടുത്ത ശേഷമല്ലേ ഇനി മതി എന്ന് ട്രംപ് പറഞ്ഞത്. തല്ലിയത് മതി, കൊല്ലണ്ട എന്ന് പറഞ്ഞതല്ലേ ഉള്ളൂ. ഒരു കാര്യം, അതുകൊണ്ട് നമുക്ക് നേരത്തെ നമ്മുടെ ഓപ്പറേഷണൽ ഫ്രീഡത്തിൽ ഇടപെട്ടിട്ടില്ല. എല്ലാം കഴിഞ്ഞപ്പം പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. അവിടെ ഈ കാശ്മീർ വിഷയം പറഞ്ഞെന്ന് പറഞ്ഞാൽ കാശ്മീർ വിഷയം ശരിയാണ്. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ദ്വിരാഷ്ട്ര സ്വന്തം ആഭ്യന്തര വിഷയമാണ്. ഒക്കുപൈഡ് കാശ്മീർ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബൈലാറ്ററൽ ഇഷ്യൂവാണ്. ഇതൊക്കെ ശരിയാണെന്ന് പറയുമ്പോഴും ഒരു യുദ്ധം സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഉക്രൈനിലും റഷ്യയിലും ഒക്കെ ഉണ്ടാകുന്ന പോലെ ഈജിപ്തിൻ്റെയും പാലസ്തീൻ കാര്യത്തിലൂടെ ഇസ്രായേലിൻ്റെയും പാലസ്തീനിലൊക്കെ ഉണ്ടാക്കുന്ന പോലെ അന്താരാഷ്ട്ര ഇടപെടലുകൾ വരും. ആ ഇടപെടലുകളുടെ പേരിൽ സറണ്ടർ മോദി എന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നത് അത് അപക്വതയും സ്വയം പരിഹാസ്യനാവും. അത്രയുള്ള കാര്യം. എന്തായാലും അത് ബോംബായി എന്നാണ് തോന്നുന്നത് അല്ലേ? അദ്ദേഹം തന്നെ സ്വയം അത് ഒരു ഏതായാലും വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചു. ഏതായാലും നമുക്ക് ഈ ബന്ധത്തിന്റെ കാര്യത്തിൽ നമുക്കൊരു പോസിറ്റീവ് അപ്രോച്ച് തന്നെ ആവാം. തീർച്ചയായിട്ടും. അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ് അദ്ദേഹം അധികാരം ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞ വളരെ പ്രസക്തമായ ഒരു കാര്യമുണ്ട്. ലോകത്തിലെ വലുതും ചെറുതുമായ എല്ലാ രാജ്യങ്ങളും അവരവരുടെ രാജ്യ താൽപ്പര്യമാണ് ആദ്യം സംരക്ഷിക്കേണ്ടത് എന്നുള്ളതാണ് അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ നിലപാടെന്നാണ് അന്ന് JD വാൻസ് പറഞ്ഞത്. ഭാരതം ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതും അതേ കാര്യമാണ്. ആ ഒരൊറ്റ വിഷയത്തിൽ മാത്രം മതി ഇരു രാജ്യങ്ങൾക്കും പരസ്പരം മനസ്സിലാക്കാനും മുന്നോട്ടുള്ള യാത്രയിൽ പരസ്പരം സഹകരിക്കാനും. ചില വിഷയങ്ങളിൽ തീർച്ചയായിട്ടും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് അതാത് രാജ്യങ്ങളുടെ താൽപ്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത് പരസ്പരം മനസ്സിലാകുന്നതുമാണ്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.